പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഡേറ്റ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുക. നമ്മൾ വലിയ ക്വാളിറ്റി ഒന്നും നോക്കാതെ വാങ്ങുന്നൊരു സാധനമുണ്ട്. ക്വാളിറ്റിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതാണ് ക്വാളിറ്റി ആവുകയാണ്. പലർക്കും അത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. കാരണം ഉദാഹരണത്തിന് അത് ഞാൻ പറയാം, നമ്മൾ വർക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ ക്വാളിറ്റി, പേപ്പറിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കാറ്. പേപ്പർ ക്വാളിറ്റി നല്ലതാണോ പൊട്ടയാണോ ഇതൊക്കെയാണ് നോക്കാറ്. നമുക്ക് ആവശ്യം പേപ്പറല്ല, നമുക്ക് ആവശ്യം അതിലെ ന്യൂസാണ്. ആ ന്യൂസ് എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. എത്രത്തോളം നിഷ്പക്ഷതയുണ്ട് ഇതും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പറയും, ഇപ്പോൾ ഇവിടെ ഉള്ള പല പേപ്പറുകളും പാർട്ടി പേപ്പറുകളുണ്ട്. പാർട്ടി പേപ്പർ എന്ന് പറഞ്ഞൊരു ന്യൂസ് പേപ്പർ ഇല്ല, ന്യൂസ് പേപ്പറാണുള്ളത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം പാർട്ടി പേപ്പറാണിത്. ഇത് പാർട്ടിക്കാർ ഇറക്കുന്നത്, പല പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ബി ജെ പിക്കാരായാലും ഏത് പാർട്ടിക്കാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് ഈ പേപ്പർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചില പേപ്പറുകളെ കണ്ടറിയാം. ഒരു ഉദാഹരണത്തിന് കാട്ടിലുള്ളതൊക്കെ മൃഗങ്ങളാണ്. അതിൽ മാനുണ്ട്, മുയലുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, അതിൽ കുറുക്കനുമുണ്ട്. പക്ഷേ അതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് മാൻ സസ്യബുക്കാണ്, മുയൽ സസ്യബുക്കാണ്, അതുപോലെ തന്നെ സിംഹവും പുലിയൊക്കെ മാംസബുക്കാണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുറുക്കനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് മാനാണല്ലോ എന്ന് നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യതയില്ല എന്ന് വിചാരിച്ചടുക്കുമ്പോൾ അത് കുറുക്കനാണ് മാനിൻ്റെ തോലിട്ട് നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ പറയും അതൊരു ന്യായമായ പരിപാടിയല്ലാന്ന്, അതൊരു പറ്റിക്കലാണെന്ന്. അങ്ങനെ സ്വഭാവമുള്ള പേപ്പറുകാരുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതാണ് പാർട്ടി പേപ്പറുകൾ, ഏതാണ് നിഷ്പക്ഷ പേപ്പറുകൾ എന്നുള്ള രീതിയിൽ കാണുന്നത്. ഈ നിഷ്പക്ഷ പേപ്പറുകൾ ഭൂരിഭാഗവും ഈ താട്ടുംതോലിട്ട ചെന്നായ്ക്കളാണ്. അവരുടെ സ്വതസിദ്ധമായ അവരുടെ എന്താണ് രീതി അവരൊന്നും കാണിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പേപ്പറുകളും ഉണ്ട് ഇവിടെ. ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. അങ്ങനെയുള്ളവരവിടെ നല്ല നിൽക്കട്ടെ, അവരുടെ അങ്ങനെ ഞങ്ങൾ നിഷ്പക്ഷരാന്നും പറഞ്ഞാണ്ട് കുറേ ആളുകൾക്ക് പക്ഷം പിടിച്ച് സംസാരിക്കുന്ന പേപ്പറുകളാണ് ഭൂരിഭാഗം. ആ ഭൂരിഭാഗം അവിടെ നല്ല നിൽക്കട്ടെ, അതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ പേപ്പറുകൾ ചെയ്യുന്ന വലിയൊരു തണ്ടിത്തരമുണ്ട്. നമ്മുടെ സമൂഹത്തിനെ കാണിക്കുന്ന ഒരു പുച്ഛ മനോഭാവത്തോട് കാണിക്കുന്ന ഒരു സംഭവം. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ശ്രദ്ധിച്ചാലൊന്നും ഉണ്ടെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പത്രമാണ് ഇപ്പോൾ ഇവിടെ പലതും നിശ്ചയിക്കുന്നത്. അവരാണ് അത് പറയും, മാപ്രാന്ന് പറയും. ഇപ്പോൾ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമാണ് നമ്മളെങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് എങ്ങനെ പോകണം, ഇവിടുത്തെ സമൂഹം എന്ത് ചിന്തിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറയും. ഞാൻ എൻ്റെ സ്വന്തം ചിന്ത, ഒരു തേങ്ങയില്ല, നിങ്ങളുടെ സ്വന്തം ചിന്തയൊന്നുമല്ല. ഈ പേപ്പറുകൾ പറയണത്, സോഷ്യൽ മീഡിയയിൽ പറയണത് തന്നെയാണ് നിങ്ങളുടെ ഭൂരിഭാഗം ചിന്തകളും. സ്വന്തമായിട്ടാണ് ചിന്തിക്കാനായിട്ട് അതൊക്കെ ഉള്ളവരുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷെ ഭൂരിഭാഗം അത് തന്നെയാണ്. അപ്പോൾ അവർ ഫസ്റ്റ് പേജിന് പരസ്യം കൊടുക്കുന്നത്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം നമുക്ക് ആദ്യം ഇത് കാണിക്കുന്നതിന് മുമ്പ് പരസ്യമാണ് കാണിക്കുന്നത്. അതൊരു തരം അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഇപ്പം അനുഭവിച്ചു. ഈ 3-4 ദിവസം മുമ്പ് അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്, ജനങ്ങൾക്ക് മുമ്പ് വാർത്ത എന്ന് വിചാരിച്ച് വായിച്ചത് പരസ്യമായിരുന്നു എന്ന്. ജനങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച വരെ ചെയ്തു. ഇത്രമാത്രം ജനങ്ങളെ അവഹേളിക്കാൻ നമ്മൾ കൊടുക്കുന്നത് പൈസയല്ലേ, നമ്മൾ കൊടുക്കുന്നത് രൂപയല്ല. അത് ഏത് പേപ്പറായാലും ഈ ഫ്രണ്ട് പേജ് ഫുള്ള് പരസ്യം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇനി കുറച്ചൊരു പകുതി അവർക്ക് നിലനിൽക്കാനുള്ള ആവശ്യമാണെന്ന് വെച്ചാൽ പകുതി പരസ്യം കൊടുത്ത് പകുതി ഇതാക്കിക്കൂടെ? ഇത് ഞങ്ങളുടെ പേജ് എന്തൊക്കെ പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമില്ല. അവരുടെ ആദ്യത്തെ പേജ് കാണുന്നത് പരസ്യം തന്നെയാണ്. അവർ എണ്ണൊന്നും എണ്ണുന്നില്ല എന്നുള്ളത് നമ്മുടെ കടകൾ. നമുക്ക് കിട്ടുമ്പോൾ ആദ്യം കിട്ടുന്നത് പരസ്യമാണ്. അത് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്, മറ്റേ ആഘോഷ ദിവസങ്ങളിലൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാ ദിവസവും ഇത് തന്നെയാണ്. പിന്നെ അതിനും പുറമെ ഒരു കാര്യം പറയട്ടെ, ഈ പരസ്യം എത്ര പേര് നോക്കുന്നുണ്ട്? അല്ല, പത്രപ്രവർത്തകരോട് പറയണം, എത്ര പേര് ഇത് കാണുന്നുണ്ട്? ഇന്നലെ കണ്ടിട്ട് ഈ പരസ്യം നിങ്ങൾ ഒരു 690 പിന്നെ ഒരാളെങ്കിലും കണ്ടാൽ നിങ്ങളുടെ കാര്യം വിജയിച്ചു, അത് യാഥാർത്ഥ്യം. പക്ഷെ ഇതിനും കൂടുതൽ ഒരാൾക്ക് പറഞ്ഞാൽ 5 പേര് കാണുന്ന ഒരു രീതിയാണ് ഈ പകുതിയാവുമോ? ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങളെ പുച്ഛ നിങ്ങൾക്ക് അത്ര തന്നെ. സാധാരണ ജനങ്ങൾ ഇങ്ങനെയൊക്കെ അനുസരിച്ചോളും, ഞങ്ങൾ പറയുന്നതാണ് കേട്ടോളും, ഞങ്ങൾ പറയുന്നതാണ് വിശ്വസിച്ചോളും.
അതല്ല സംഭവിച്ചത്. മുകളിൽ 2050 എഴുതി ഒരു പരസ്യം ഇട്ടു, അടിയിൽ പത്തിക്കാനെ പരസ്യം എഴുതി. ജനങ്ങൾ പാവങ്ങൾ അത് വിചാരിച്ച് ചർച്ച തുടങ്ങി. ചില ചാനലുകൾ അതിനെക്കുറിച്ച് ചർച്ചയും തുടങ്ങി. പിന്നെയാണ് അറിയണത് അതൊരു പരസ്യം മാത്രമായിരുന്നു എന്ന്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒരു സംവിധാനം പത്രമാധ്യമങ്ങൾക്ക് ചേർന്നായിട്ട് എനിക്ക് തോന്നണില്ല. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ, അതൊക്കെ വലിയ വിദഗ്ധമാരെ നിശ്ചയിക്കട്ടെ. പക്ഷെ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ഒരു തരം നമ്മുടെ സമൂഹത്തിനോടുള്ള പുച്ഛ മനോഭാവത്തോട് ഇപ്പം ചിലവർ പറയട്ടെ, ഇതിൽ നിനക്കിഷ്ടമുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി കൂവേ. ഇതൊരു ശരിയായ രീതിയല്ലല്ലോ. പൈസ ഉണ്ടെങ്കിൽ നീ വാങ്ങിയാൽ മതി എന്ന് പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ തന്നെയാണ് വാങ്ങുള്ളൂ. അല്ലാതെ വെറുതെ അവർ ഗുണം തരില്ലല്ലോ, പൈസ കൊണ്ടിട്ട് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് പറയുന്ന പോളിസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് അത് വാങ്ങണത്. ആ ഇഷ്ടപ്പെടുന്ന പേപ്പറുകളൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരേപോലെ നമ്മുടെ ഇവിടെ മാറ്റി വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാനത് പറയാണ്, നമ്മുടെ ഇങ്ങനെയുള്ള ഒരു തരം അളിഞ്ഞാല അത് വളരെ മോശപ്പെട്ട ഒരു രീതിയാണ് പത്രം കാണിക്കുന്നത്. ആദ്യത്തെ പേജ് പരസ്യമിട്ട് നമ്മളെ പൊട്ടന്മാരാക്കി നമ്മളെ പുച്ഛിക്കുന്ന സംവിധാനം.